വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിയിലും മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന് മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ. ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കുന്ന അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. നെന്മാറ പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട 7 വർഷങ്ങൾ. മനസ്സിൽ പകയുമായി നടന്ന ചെന്താമരയെ പേടിച്ചാണ് ആ നാട്ടുകാർ പല ദിവസങ്ങളിലും അന്തി ഉറങ്ങിയത്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാം. ആ സീരിയൽ കില്ലറെ പേടിച്ച് ഇനി നാട് വിടേണ്ടതില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ശിക്ഷയിൽ ആശ്വാസമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും കുടുംബം പ്രതികരിച്ചത്. ഭയം അവസാനിച്ചിട്ടില്ലെന്നും സുധാകരന്റെ മകൾ പറഞ്ഞു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയൊടുക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചതാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് ആ കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം പോൾ ബ്രാഡർ മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം. വിധിയിൽ അപ്പീൽ നൽകുമെന്നായിരുന്നു പ്രതിഭാഗം പ്രതികരിച്ചത്. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ചാറ്റ് GPT വഴിയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അത് കോടതി വല്ലാതെ വലിച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചാറ്റ് GPT ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവ്യക്തതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. മേൽക്കോടതിയിൽ പോകാൻ പുതിയ തെളിവുകളുടെ ആവശ്യമില്ല. ഇപ്പം നടത്തിയ വിചാരണയുടെ കോടതി കണ്ടെത്തിയ ആ ഫൈൻഡിങ്ങുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ മേൽക്കോടതിയിൽ പോകുന്നത്. അതിലെന്താ അപാകതയുള്ളത്? കോടതി തെളിവുകളെ സമഗ്രമായി പരിഗണിച്ചിട്ടില്ല. കോടതി ഒരു മുൻവിധിയോടുകൂടി കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ആഴത്തിലുള്ള യാതൊരു പരിശോധനയും തെളിവുകളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. അത് ഈ വിധിക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതിനപ്പുറം ശാസ്ത്രീയ തെളിവുകളൊന്നും ആയുധത്തിൽ നിന്നും പ്രതിയുടെ സെൽസ് കണ്ടെത്തി. പക്ഷെ പ്രതിക്ക് ഒരു മുറിവുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുതന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച തെളിവാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആയുധത്തിൽ നിന്നും പ്രതിയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. പ്രതിക്ക് എന്നാൽ ഒരു മുറിവുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധിയാണ്. കാരണം ഇതുപോലൊരു കൊടും കുറ്റവാളിക്ക് ഇതിനപ്പുറം ശിക്ഷ നൽകാനില്ല. കാരണം ആ നാട്ടിലെ ജനങ്ങൾ, പോത്തുണ്ടിയിലെ നാട്ടുകാർ എത്രത്തോളം ആശങ്കയോടെയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ജീവിച്ചത്. അവിടുന്ന് ഇയാളെ പേടിച്ച്, ചെന്താമരയെ പേടിച്ച് നാട് വിട്ട സ്ത്രീയുടെ കഥകൾ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സുധാകരൻ്റെ പെൺമക്കൾ പറഞ്ഞിരുന്നു, പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി കണ്ണടയ്ക്കുമ്പോൾ പോലും പേടിയാണ്. ചെന്താമരയുടെ മുഖമാണ് വരുന്നത്. അയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും വകവരുത്തുമോ എന്ന് ഈ മക്കൾ, ആ പെൺകുട്ടികളടക്കം ഭയപ്പെട്ടിരുന്നു. ഒരു നാട് മുഴുവൻ ഭയപ്പെട്ടിരുന്നു. എന്തായാലും നാട്ടുകാർക്ക് ആശ്വസിക്കാം. എന്താണെന്ന് ഈ ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയത്. ഇപ്പോൾ ചെന്താമരയെ കോടതിയിൽ നിന്നും പുറത്തിറക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുമോദ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്താമരയെ ഇപ്പോൾ കോടതിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. ചെന്താമരയെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം ഇവിടെ താഴെ തയ്യാറായിട്ടുണ്ട്. മുകൾ നിലയിൽ നിന്നും ചെന്താമരയെ ഇപ്പോൾ താഴേക്ക് ഇറക്കി കൊണ്ടുവരണം. നമുക്ക് ഏതാനും സെക്കൻഡ്സുകൾക്കുള്ളിൽ അയാൾ താഴേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു വധശിക്ഷ വിധിച്ച വ്യക്തി നിലയ്ക്ക് അയാളുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. നമ്മൾ അതിനുള്ളൊരു ശ്രമം നടത്തും. പക്ഷേ അയാൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ടാകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഹൈക്കോടതിയൊക്കെ സമീപിക്കാനുള്ളതുകൊണ്ട് പരാമർശങ്ങൾ കുറയ്ക്കാനായിരിക്കാം അയാൾക്ക് കോടതി വക്കീലിൻ്റെ ഭാഗത്ത് നിർദ്ദേശം. പക്ഷേ നമുക്ക് അയാളുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യം പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അയാളുടെ പ്രതികരണത്തിനായി ശ്രമിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാം, കോടതിയുടെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചെന്താമരയെ കൊണ്ടുവരികയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വാഹനം നിർത്തിയിട്ടുള്ളത്. ചെന്താമരയെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും പറയണ്ടോ? എന്താണ് വധശിക്ഷയാണ്? എന്താണ് പറയാനുള്ളത്? വധശിക്ഷ എന്നാണ് കോടതി പറഞ്ഞുള്ളത്. എന്താണ് പറയാനുള്ളത്? ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? ടോം, ചെന്താമരയുമായിട്ട് ഇപ്പോൾ പോലീസിന്റെ വാഹനം ജയിലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ വെയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയാളെ കൊണ്ടുപോകാനുള്ള വിധി ഉള്ളത്. നേരിട്ട് വെയ്യൂരിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം, ചെന്താമര ഇതാ ഇപ്പോൾ കോടതി വിധിക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും സമർപ്പിക്കപ്പെട്ട ആ തെളിവുകൾ പരിപൂർണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. പ്രധാനമായിട്ടും നിരീക്ഷിച്ചത് ഇയാൾക്ക് ഒരു തരത്തിലും മനസ്താപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2019 കൊലപാതകവും അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടായതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അതായത് ആസൂത്രിതമായിട്ട് കൃത്യമായി ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയാണ് ഈ ഒരു കൃത്യം പ്രതി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കോടതി നിരീക്ഷിച്ചത്. നേരത്തെ പ്രതിഭാഗം പഴയ കുറ്റത്തിനുള്ള ശിക്ഷയും ഇതുമായി ബന്ധിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും കോടതി അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഇയാൾക്ക് ഒരു മനസ്താപം തോന്നുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇയാൾക്ക് അങ്ങനെ മനോനിലയിൽ പ്രശ്നമൊന്നുമില്ല. ഇതും കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല ഈ വിചാരണയ്ക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതിയോട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ അതും ഇതിൽ വിധിന്യായത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. താൻ ഗാന്ധിജിയല്ല, വേണമെങ്കിൽ ഇനിയും തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നത് ഇനിയും കുറ്റം ചെയ്യുമെന്ന ഒരു ഭീഷണിയാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള നിരീക്ഷണമാണ് കോടതിയിൽ. അങ്ങനെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാം അതേപടി അംഗീകരിച്ചുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് ഇതിനെ കണ്ടിട്ടാണ് ഇതിൽ പരമാവധി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതിഭാഗം ഇതിനെതിരെ അപ്പീൽ പോകും. ഹൈക്കോടതി ഇതിൽ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യത അതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എങ്കിൽ പോലും സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായി എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തണം. കാരണം സമൂഹ മനസാക്ഷി അത്രമാത്രം ഞെട്ടിച്ചിരുന്നു ഈ ഇരട്ടക്കൊലപാതകം. ഈ 2 പേരെ കൊന്നത് മാത്രമല്ല, ആസൂത്രിതമായിട്ടൊരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്ന സാഹചര്യമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ സമൂഹത്തിനും ആ നാടിനും അതേപോലെ ആ സുധാകരനെയും സജിതരെയും മക്കൾക്കും ഒക്കെ തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും ഏറെ ആശ്വസിക്കാം, അഭിമാനിക്കാം. കാരണം ഫുൾ പ്രൂഫായിട്ട് ഈ ഒരു കേസ് കോടതിക്ക് മുമ്പാകെ എത്തിക്കുവാനും അത് വിചാരണ വേളയിലും
അതിനുശേഷം വിധി പറയുമ്പോൾ പോലും ഏറ്റവും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലൊരു കുറ്റപത്രം സമർപ്പിക്കുവാനും വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി ഈ കേസിൽ വിധി പറയിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ ഒരു നടപടിയാണ്. എന്നുണ്ടെങ്കിലും ചെന്താമരയുടെ ശിക്ഷാവിധി വിധിച്ചു. വധശിക്ഷയാണ്. അദ്ദേഹത്തെ ചെന്താമരയെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പ്രതിഭാഗം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയെ ഉടൻ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. ടോം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.